ഹലോ വെൽക്കം ബാക്ക്. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുരിങ്ങയിലയും റാഗിയും വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ മിനറൽസും വൈറ്റമിൻസും അടങ്ങിയ രണ്ട് സാധനങ്ങളാണ് റാഗിയും മുരിങ്ങയിലും. അത് വെച്ച് നല്ലൊരു കിഡിലൻ കോമ്പിനേഷനുള്ള നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നോക്കിയാലോ. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇതൊരു കുറച്ച് കട്ടിയുള്ള മാവാണ് നമുക്ക് കലക്കിയെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ മിക്സാക്കി കൊടുക്കുക. സ്പൂൺ വെച്ച് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതാ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. ഇതാണ് പരുവം വേണ്ടത്. നമ്മൾ ഇഡലി മാവും ദോശമാവും ഒക്കെ ഉള്ളതുപോലെ ഇതാ നല്ല കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈസ്റ്റ് വേഗം ഫെർമെൻ്റായി കിട്ടണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. റാഗിയിൽ നമ്മൾ ഇൻസുലിൻ്റെ അളവ് കുറക്കാനും പ്രമേഹ രോഗികൾക്ക് അതുപോലെ തന്നെ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് നല്ലതാണ്. കാരണം കാൽസ്യം, മിനറൽസും പ്രോട്ടീനും എല്ലാം അടങ്ങിയ റാഗി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ വേറെ ഭക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നേരമെങ്കിലും റാഗി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉള്ളവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കും നമ്മൾ ഡെയിലി എല്ലാ ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. രക്തക്കുറവുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലിനും പല്ലിനൊക്കെ നല്ല ബലം നൽകുന്ന ഒന്നാണ് റാഗി. ബലഹീനത കുറക്കാനും നല്ല ക്ഷീണം മാറ്റാനും ഉന്മേഷമാകാനും സഹായിക്കുന്ന ഒന്നാണ് റാഗി. അപ്പോൾ ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കറൻ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിക്ക് ഒരു ഉള്ളിയും 3-4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചോപ്പറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് മാവിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറൻ്റൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയ ബ്രേക്ക്ഫാസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യുക. അല്ലാതെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ അറിയുന്നെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയിലും നമ്മളെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങൾക്കും മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ മുരിങ്ങയില കഴിക്കുന്നത് മൂലം കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കുറക്കാനും അതുപോലെ തന്നെ നമ്മളെ പ്രതിരോധശേഷി കൂട്ടാനും അയേണിൻ്റെ അളവ് കൂട്ടാനും എല്ലാത്തിനും ഒരുപോലെ ഉപകാരമുള്ള ഒന്നാണ് മുരിങ്ങയില. മുരിങ്ങയിലിൻ്റെ വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. മുരിങ്ങയില ഇതുപോലെ ഓരോന്നായി നമുക്ക് നുള്ളിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ മൊത്തമായിട്ട് ഓയിൽ ഒഴിവാക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഉള്ള മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾ ഇനിയും ആഡ് ചെയ്യാം. ബീട്രൂട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ മുരിങ്ങയില കഴുകിയ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ മുരിങ്ങയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട, ബാക്കി ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് വെജിറ്റബിളൊക്കെ കുറച്ചൊന്ന് ഹാഫ് കുക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളിന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു 20 മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാണ്ട് നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായി ആക്റ്റീവായി വന്നിട്ടുണ്ട്.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും മില്ലറ്റ് കഴിക്കാൻ പറയുന്നത് കാലമാണ്. കൊളസ്ട്രോൾ ഷുഗറുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് റൈസിനെക്കാട്ടി നല്ലത് മില്ലറ്റ് തന്നെയാണ്. അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അധികം ഓയിലൊന്നും ചേർക്കാത്ത നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി നമ്മൾ സോട്ട് ചെയ്ത് വെച്ച മുരിങ്ങയിലയും വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അധികം താമസിയാതെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതുപോലെയുള്ള നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പച്ചട്ടിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ചുട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗീ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗീയും അതുപോലെ നമ്മൾ പ്രതിരോധശേഷി കൂട്ടാനും വിറ്റാമിൻസും മിനറൽസും ഉള്ളത് ഗുഡ് ഫാറ്റൊക്കെ ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗീ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. കുറച്ച് എണ്ണമയം ഉണ്ടാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാം. സാധാരണ ഗീ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഗീ ഒഴിവാക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് 5 മിനിറ്റ് അത്രേ കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. വേഗം കുക്കായി കിട്ടും. ചെറുതായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതാ ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു അപ്പക്കൊള്ളി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ടും ഒരു കുറച്ച് സെക്കൻഡ് ഇത് കുക്കായി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നവരെ നമുക്കൊന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ എല്ലാ ഭാഗവും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതാ ടൂത്ത് പിക്ക് വെച്ചിട്ടൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോ എന്ന്. എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ അളവിന് ഇതുപോലുള്ള 2 ചട്ടി അപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 3 ആൾക്ക് നല്ല ലാവിഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും ഈ അളവിൽ വെച്ചിട്ട്. ഇതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ആരെടുത്ത നല്ല അപ്പമാണ്. ഇതാ ഫുള്ളായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവർ അതുപോലെ തന്നെ വെയിറ്റൊക്കെ മാനേജ് ചെയ്യുന്ന ആളും ഷുഗറുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ചപ്പാത്തി ഓട്സൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചട്നി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, അതുപോലെ ചെറിയ പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയില. അതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീര്, പകുതി ചെറുനാരയുടെ നീരും കൂടി ഇറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചട്നിയും അതുപോലെ തന്നെ അപ്പമാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഈസിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇത് നന്നായി ആരെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ.